ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഈദിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മാംഗോ മിൽക്ക് പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാംഗോ മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മാങ്ങയാണ്. നല്ല മധുരവും നല്ല കളറൊക്കെ ഉള്ള മാങ്ങ നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഇത് അൽഫോൻസോ മാംഗോ ആണ്. ഇനിയിപ്പോൾ ഈ മാംഗോ പീസസ് ഒക്കെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. 1 കപ്പ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നാരുകളൊന്നും ഇല്ലാത്ത മാങ്ങ എടുക്കുകയാണെങ്കിലാണ് നല്ലത്. ഇനിയിപ്പോൾ നാരുകളുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മാങ്ങ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. നല്ല കട്ടിയിലും ആവരുത്, നല്ല ലൂസിലും ആവരുത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരന്റെ അളവൊക്കെ നമ്മളെ മാങ്ങന്റെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ചൈന ഗ്രാസ് ആണ്. 7 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ട് ചൈന ഗ്രാസ് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസിന്റെ അളവ് എങ്ങനെ കണക്കാക്കുക, ഗ്രാം അളവ് എങ്ങനെ കണക്കാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് 10 ഗ്രാമിന്റെ ചൈന ഗ്രാസ് ആണ് നമ്മൾ വാങ്ങിക്കുക ഒരു പാക്കറ്റിൽ. അതിൽ നിന്നും 1/4 ഭാഗം മാറ്റിയാൽ 7 ഗ്രാം ചൈന ഗ്രാസ് ആയി. ഇനി ഇത് രണ്ടും അടുപ്പിൽ വെച്ചിട്ട് ഒരുമിച്ച് തിളപ്പിച്ചെടുക്കണം. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ചൈന ഗ്രാസ് നമുക്ക് മാംഗോ പ്യൂരിയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നുണ്ട്, അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ കുറച്ച് നേരം ഇരുന്നിട്ടൊന്ന് തണുത്തോട്ടെ. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഇതുപോലെ നമുക്ക് നല്ലോണം ഉറച്ച് കിട്ടും. ഇനി ഇത് ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നല്ല കളറുള്ള മാംഗോ എടുത്താലാണ് കേട്ടോ നല്ല കളർ ഉണ്ടാവുക, ഇതുപോലെ നല്ല കളർ ഉണ്ടാവുക. അപ്പൊ ഇതൊന്ന് ഇതുപോലെ സ്ക്വയർ പീസസ് ആക്കി മാറ്റി വെക്കാം. ഈ ഒരു പുഡിംഗ് നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. മാംഗോ ജെല്ലി ഉണ്ടാക്കി മാറ്റി വെച്ചു. ഇനിയിപ്പോൾ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ആ ചൈന ഗ്രാസ് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിലിപ്പം കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല, അപ്പൊ ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മളെ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. അത് പാലിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കണം. അപ്പൊ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ആക്കി എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മാംഗോ ജെല്ലി ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പാലിന്റെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കി എടുക്കുക. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് പുഡിങ് നല്ല സെറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. 4-5 മണിക്കൂർ കൊണ്ട് സെറ്റായി കിട്ടും. പക്ഷെ നമ്മളത് ഫ്ലിപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മളെ മാംഗോ മിൽക്ക് പുഡിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ ഈസി അല്ലേ, കാണാനും നല്ല ഭംഗിയുണ്ട്. വൈറ്റും യെല്ലോ ഒക്കെ മിക്സായി വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ ഇതിനെല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം. അപ്പോൾ ഈ ഒരു പുഡിങ് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു 4-5 മണിക്കൂറാണ് സെറ്റ് ചെയ്യാൻ വെച്ചത്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ തലേന്ന് സെറ്റാക്കി വെച്ചാൽ പിറ്റേന്ന് നമുക്ക് അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.